വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ നാട്ടുകാരെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഏതാണ്ട് 1.5 മാസക്കാലമായി കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള ആശയ സംവാദ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ക്യാമ്പയിനിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്, ഒരു പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നതാണ്. ആ പ്രചാരണ പരിപാടിയുടെ ഏതാണ്ട് അവസാന നാളുകളിലാണ് നമ്മളുള്ളത്. കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ ഭാഗങ്ങളിലും ഈ ക്യാമ്പയിന് വളരെ നല്ല പ്രതികരണമാണ്. ധാരാളം ആളുകൾ വന്നു ചേരുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരങ്ങൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരു പരിപാടിയിൽ കേരളത്തിൽ ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ നാട്ടുകാരെന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷം ആ സംഗതിയിലുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളും ശാഖകളുമുള്ള ഒരു ബൃഹത് പ്രസ്ഥാനമാണിത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ ഭാഷകളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രസിദ്ധീകരണങ്ങളുണ്ട്. ചിലയിടത്ത് ദിനപത്രമാണ്, ചിലയിടത്ത് വാരികയാണ്, ചിലയിടത്ത് മാസികയാണ്, ചിലയിടത്ത് എല്ലാമുണ്ട്. നല്ല ജീവത്തായ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതുപോലെ എല്ലാ ഭാഷയിലും വലിയ സാഹിത്യ സമ്പത്തുണ്ട്, പുസ്തകങ്ങളുടെ വലിയ സമ്പത്തുണ്ട്. ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പറ്റുന്ന പുസ്തകങ്ങൾ, ഹദീസിനെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ, ഖുർആനെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ, ഖുർആനിൻ്റെ എല്ലാ ഭാഷകളിലുമുള്ള തർജുമകൾ ഉള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ തന്നെ ഓരോ 4 വർഷം കൂടുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും. ഓരോ 4 വർഷം കൂടുമ്പോഴും അതിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ നയം, പ്രോഗ്രാം, പരിപാടി പരിഷ്കരിക്കും. എന്നിട്ട് പുതിയ ആവശ്യങ്ങളും പുതിയ സാഹചര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് പുതിയ പരിപാടികളുമായിട്ട് ഓരോ 4 വർഷം കൂടുമ്പോഴും രംഗത്ത് വരുന്ന ഒരു പുരോഗമനാത്മകമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു ദൗത്യമാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ മധ്യത്തിലുള്ള ഒരു മാധ്യമ സമുദായമാണ്. റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ള ഒരു ചുമതല സ്വയം വളണ്ടിയർമാരായി ഏറ്റെടുത്തു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു വളണ്ടിയർ വിഭാഗം എന്ന് മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പ്രത്യേകത, ഇത്
ഒരു തെജ്ദീദി പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ നവോത്ഥാന പ്രസ്ഥാനമാണ്. നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ. ആ 1400 കൊല്ലങ്ങളുടെ സഞ്ചാരത്തിൽ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലമല്ല ഇപ്പോൾ ഉള്ളത്. ഈ പുതിയ കാലത്ത് പുതിയ പ്രശ്നങ്ങളുണ്ടാകും. അതിന് പ്രതിവിധി വേണ്ടേ? പുതിയ കാലത്ത് പുതിയ സങ്കീർണതകൾ ഉണ്ടാകും. അതിനൊന്ന് പരിഹരിക്കണ്ടേ? പുതിയ കാലത്ത് പുതിയ ആശയങ്ങളും തത്വശാസ്ത്രങ്ങളും ഇസങ്ങളും ഒക്കെ വരും. അതിനെ നമുക്കൊന്ന് പ്രതിരോധിക്കണ്ടേ? ഇസ്ലാമിൻ്റെ തലയെടുപ്പ് മറ്റ് ഇസങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കണ്ടേ? ബുദ്ധിപരമായി, ചിന്താപരമായി. ആ ദൗത്യം നിർവഹിക്കുന്ന വിഭാഗത്തെയാണ് തെജ്ദീദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നവോത്ഥാന പ്രസ്ഥാനം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അക്കമിട്ട് പറഞ്ഞാൽ ഒരു 5 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി സ്വന്തം അണികളിൽ ചെയ്യുന്ന പ്രവർത്തനമാണ്. അണികൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചുകൂട്ടുന്നു, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു, അവരെ ഖുർആൻ പഠിപ്പിക്കുന്നു, അവർ ഹദീസ് പഠിപ്പിക്കുന്നു, അവർക്ക് ഇസ്ലാമികമായ മര്യാദകൾ പഠിപ്പിക്കുന്നു, അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു, ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അത് പുറമുള്ള ആളുകൾ വല്ലാതെ കാണൂല. ജമാഅത്ത് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രവർത്തനമാണ്. രണ്ടാമത്തെ സംഗതി, മുസ്ലിങ്ങൾക്കകത്ത് ചെയ്യുന്ന പ്രസ്ഥാനം. മുസ്ലിങ്ങൾക്കിടയിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ നൽകുന്നു, ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നു, അതിനുള്ള മറുപടികൾ അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇസ്ലാമിനെ നല്ല ആർജവത്തോടുകൂടിയും തൻ്റെടത്തോടുകൂടിയും സമൂഹത്തിൽ പ്രതിനിധീകരിക്കാനുള്ള ശേഷി മുസ്ലിം സമൂഹത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ഐക്യത്തിൻ്റെ എല്ലാ വാതായനങ്ങളും തുറന്നു വെക്കുന്നു. ഐക്യത്തിനും നാട്ടിൽ നടക്കുന്ന മുസ്ലിം ശ്രമങ്ങളെ എല്ലാം പിന്തുണക്കുന്നു, അവരോടൊപ്പം സഞ്ചരിക്കുന്നു, അതിന് കരുത്തു പകരുന്നു. ഇത് മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയ കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാനും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും മുസ്ലിം സമൂഹത്തെ വളർത്തിയെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ ജമാഅത്ത് നടത്തുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം ഈ രാജ്യത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. മുസ്ലിങ്ങൾ അല്ലാത്തവർ ഉൾക്കൊള്ളുന്ന ആബാലവൃദ്ധം ജനങ്ങളുണ്ടല്ലോ ഇവിടെ, അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനം എന്താന്ന് വെച്ചാൽ, ഒന്നാമതായി അവരുമായിട്ട് വളരെ വലിയ സൗഹാർദ്ദം സ്ഥാപിക്കുന്നു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അവർ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. മാത്രല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മനോഹാരിത, അതിൻ്റെ സൗന്ദര്യം അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ രാജ്യത്ത് ഇസ്ലാമിന് അനുകൂലമായി ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം, മൊത്തം ജനങ്ങൾക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്തിന് അഖിലേന്ത്യാ തലത്തിലും കേരള തലത്തിലും സേവനത്തിൻ്റെതായ ഒരുപാട് മുഖങ്ങളുണ്ട്. നിങ്ങളത് കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ IRW ഉണ്ട്. എവിടെയാണോ കാലവിപത്തുകൾ ഉണ്ടാകുന്നത്, എവിടെയാണോ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ ഓടിയെത്താൻ, അവരെ രക്ഷിക്കാൻ കർമ്മധീരരായ IRWവിൻ്റെ പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ കേരളത്തിലുണ്ട്. ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വളരെ വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണ്. അങ്ങനെ വ്യത്യസ്ത NGOകൾ വഴിയായി, വ്യത്യസ്ത സേവന സന്നദ്ധ സംഘടനകൾ വഴിയായി ജനസേവനത്തിൻ്റെ വലിയ വാതിലുകൾ തന്നെ തുറന്നിട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായി
ഏറ്റവും കൂടുതൽ അവലംബിക്കുന്ന ഒരു സേവന സംഘം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ട് ആ പ്രശ്നത്തിൽ സഹായിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടാൽ അംഗസംഖ്യ കുറഞ്ഞ ഒരു പ്രസ്ഥാനമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ആളുകൾ നൽകുന്നത് ഈ പ്രസ്ഥാനവും ഇതുമായി ബന്ധപ്പെട്ട സേവന സംഘങ്ങൾക്കുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വിശ്വാസ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയുടെ ചരിത്രം ആദ്യം മുതൽ ഇന്നോളം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെക്കുറിച്ച് ഈ പ്രസ്ഥാനം ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. ഇന്ത്യ വിഭജനം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത് വിഭജിക്കരുത്, ഇന്ത്യ വിഭജിക്കരുത്. ഇന്ത്യ വിഭജിച്ചാൽ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ മർദ്ദിക്കപ്പെടും. ആ വിഭജനത്തിൻ്റെ മുറിവ് ഉണക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് 1941 പറഞ്ഞു തുടങ്ങിയ പ്രസ്ഥാനമാണ്. 47 ഇന്ത്യ വിഭജിച്ചപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ സാമുദായികമായി സംഘടിക്കരുത്, നമുക്കതൊരു ഗുണവും ചെയ്യൂല. നമ്മൾ ദൈവികമായ ഒരു ദീനിൻ്റെ ആളുകളാണല്ലോ, നമ്മുടെ കയ്യിൽ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ ഇസ്ലാം, ആ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിലേക്ക് ആളുകൾ ക്ഷണിക്കുകയാണ് വേണ്ടത് എന്ന് അന്ന് പറഞ്ഞ പ്രസ്ഥാനം. പിന്നീട് 1990-കൾക്ക് ശേഷം നമ്മുടെ രാജ്യം ഫാസിസത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഫാസിസത്തെ സംബന്ധിച്ച് ദീർഘവീക്ഷണം ചെയ്യുകയും അതിനെതിരായിട്ട് നയനിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. 2014 ഫാസിസം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അന്ന് വ്യക്തമായ വർത്തമാനങ്ങൾ നടത്തി. അന്ന് നമ്മളിൽ പല ആളുകളും വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ, ഇവർ ഈ പറയാൻ പോകുന്ന ഈ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ വെറുതെ പറയാണ്. ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകാൻ പോകുന്നില്ല, BJP അധികാരത്തിലേക്ക് വരാനും പോകുന്നില്ല, ഇവർ അങ്ങ് ഡൽഹിയിലും UP-യിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുകയാണ് എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഓരോന്നോരോന്നായി ഓരോ ഘട്ടത്തിലും പറയുകയും അതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് നല്ല ശക്തമായ പുസ്തക ശൃംഖലയുണ്ട്, മാധ്യമ ശൃംഖലയുണ്ട്. അത് ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന് തങ്ങളുടെ ആദർശം സ്വീകരിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുവാനുള്ള കെൽപ്പ് നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ പാശ്ചാത്യൻ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഇസങ്ങളുടെയും കുത്തൊഴുക്കിൽ ഇസ്ലാം തന്നെ നശിച്ചു പോകുമായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹം എടുത്തെറിയപ്പെടുമായിരുന്നു. നമ്മളിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഖുതുബകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആശയങ്ങളും രണ്ടാമത് പുനരുൽപാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ എന്തിനാണ് കേരളത്തിലുടനീളം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്? അതാണല്ലോ അടുത്ത് നമ്മുടെ മുമ്പാകെ വരുന്ന ഒരു ചോദ്യം. അതിൻ്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ 1990-കളോടുകൂടി ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സാധനം അത് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അതായത് സോവിയറ്റ് യൂണിയൻ തകർന്നു, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൈയൊഴിച്ചു. അതുപോലെ ചൈന പതുക്കെ പതുക്കെ മുതലാളിത്തത്തിലേക്ക് മാറി. ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്, മാർക്സിസത്തിന്, ലെനിനിസത്തിന്, സ്റ്റാലിനിസത്തിന് ലോകത്ത് നിലനിൽപ്പില്ലാതെയായി. അങ്ങനെ നിലനിൽപ്പില്ലാതെ വന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? സംഭവിച്ചത് അമേരിക്കൻ മുതലാളിത്തവും സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസവും തമ്മിലുണ്ടായിരുന്ന മത്സരം തീർന്നുപോയി. ആ രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധം അവസാനിപ്പിക്കേണ്ടതായി വന്നു. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നിലനിൽക്കണമല്ലോ.
അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഒരു ശത്രു വേണം. ആ ശത്രുവിനെ അവർ അന്വേഷിച്ചു. അധികമൊന്നും അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നില്ല. അവർക്ക് കണ്ടെത്താനായത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെയാണ് അവർക്ക് കണ്ടെത്താനായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ നൂറ്റാണ്ടുകൾ നീണ്ട പരിശ്രമമാണ് അവർ നടത്തിയത്. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലാണല്ലോ. 20-ാം നൂറ്റാണ്ട് ആരംഭിച്ച സമയത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇസ്ലാമിക സമൂഹത്തിന്റെ ബാക്ക് ബോൺ ആണല്ലോ ഈ ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനെ അവർ ഊരിയെടുത്തു. ഇസ്ലാമിക സമൂഹത്തിന്റെ തലച്ചോറാണല്ലോ ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് ഉള്ളത് കൊണ്ടാണല്ലോ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് നീങ്ങുന്നത്. ഇജ്തിഹാദ് ഇല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? ഗവേഷണം, പഠനം, കണ്ടെത്തൽ, അതിനെ അവർ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് 3-ാം നൂറ്റാണ്ടിൽ അവസാനിപ്പിച്ചിട്ട് അന്നത്തെ മുസ്ലിംമാര് ആ ഇജ്തിഹാദിന്റെ വാതിലടച്ച് താക്കോല് കീശയിലിട്ട് പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇജ്തിഹാദിന്റെ വാതിൽ തുറക്കൂല എന്ന് പറഞ്ഞു. ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തെ തകർത്തു. 1920-കളില് തകർത്തു എന്ന് മാത്രല്ല, ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു ആത്മീയ ഖിലാഫത്ത് മാത്രമാണ് എന്നവർ പറഞ്ഞു. പിന്നെ ഇസ്ലാമിന്റെ ഒരു രക്തചംക്രമണ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. ഈ സക്കാത്തിനെ വെറും ചക്കാത്താക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ മുതലാളിമാര് സാധാരണക്കാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന തൊട്ടുകൾക്കാണ് ചക്കാത്ത് എന്ന് പറയുന്നത്, ഖൈറാത്ത് എന്ന് പറയുന്നത്, അതാക്കി മാറ്റി. അങ്ങനെ ഇസ്ലാമിന്റെ ജിഹാദിനെയും ഇസ്ലാമിന്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയെയും ഇസ്ലാമിക സമൂഹത്തിന്റെ സക്കാത്ത് വ്യവസ്ഥയെയും ഇസ്ലാമിക സമൂഹത്തിന്റെ ജിഹാദ് പേശി വ്യവസ്ഥയെയും എല്ലാം തകർത്തിട്ട് ഒരു ജഡസമാനമായിട്ടുള്ള ഒരു ഇസ്ലാമിക സമൂഹമാണ് 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞോ? കുറെ മനുഷ്യന്മാർ വന്നു. ഹസനുൽ ബന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സയ്യിദ് ഖുത്ബ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സയ്യിദ് അബുല്ലാല മൗദൂദി കേട്ടിട്ടുണ്ടായിരിക്കും, ബദിയുസ്സമാൻ സയ്യിദ് നൂർസി അത് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മനുഷ്യന്മാരെല്ലാം വന്നു. ഈ മനുഷ്യന്മാരെല്ലാം വന്നിട്ട് ഈ മൃതപ്രായമായി കിടക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ നവജാഗരണത്തിൻ്റെതായ പുനർവിപ്ലവത്തിൻ്റെതായ പുതിയ ഊർജം പകർന്നു. പുതിയൊരു ഊർജം കൊണ്ട് പകർന്നു. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ചെറിയ ചെറിയ സംഘങ്ങൾ, വലിയ വലിയ സംഘടനകൾ, അങ്ങനെ ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു നവജാഗരണമുണ്ടായി.
അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഒരു നവജാഗരണം, ഒരു പുതിയ ഉണർവ് വന്നു. ഈ ഉണർവ് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പകുതിയുടെ പകുതി, അതായത് 1970-കളിൽ എത്തിയപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണ് ലോകത്ത്. ഒന്നാമത്തെ സംഭവം എന്താന്ന് വെച്ചാൽ 2000 വർഷം പാരമ്പര്യമുള്ള ഒരു ഏകാധിപത്യ ഭരണകൂടം ഉണ്ടായിരുന്നു ഇറാനിൽ. അതിനെതിരായിട്ടുള്ള ഒരു ജനകീയ വിപ്ലവം ഉണ്ടായി. പിന്നെ റഷ്യയുടെ ചെമ്പട വന്നിട്ട് പിന്നെ അഫ്ഗാനിസ്ഥാൻ അടക്കി ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ 1970-കളുടെ അവസാനത്തിൽ ആ ചെമ്പടയെ പരാജയപ്പെടുത്തി റഷ്യ പിൻവാങ്ങേണ്ടതായിട്ട് വന്നു. അൾജീരിയയിൽ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ഇസ്ലാമിക നവജാഗരണത്തിൻ്റെ കൈകളിലേക്ക് അധികാരം കൈമാറപ്പെട്ടു. അധിക കാലമൊന്നും നിൽക്കാൻ കഴിഞ്ഞില്ല. ഗൂഢാലോചന കാരണം അത് തകർത്തെറിയപ്പെട്ടു. മൊറോക്കോയിൽ മാറ്റങ്ങളുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം എന്താണ്? മുസ്ലിം ചെറുപ്പക്കാർ ധാരാളമായി പഠിക്കാൻ തുടങ്ങി. അവർക്ക് ഇസ്ലാമിനോട് വലിയ സ്നേഹം ഉണ്ടാകാൻ തുടങ്ങി. അവർ പള്ളികളിൽ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. അവർ മെഡിക്കൽ കോളേജുകളിലും മറ്റു കോളേജുകളിലൊക്കെ വളരെ ആവേശത്തോടുകൂടി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. നമ്മുടെ വീടുകളിലെ പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അവർ ഇസ്ലാമിൻ്റെ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. അങ്ങനെ ലോകത്ത് മുഴുവൻ ഇസ്ലാമിൻ്റെതായ ഒരു നവജാഗരണം വരികയാണ്. ആ സമയത്താണ് കമ്മ്യൂണിസം തകരുന്നത്. അപ്പോ ഈ ഒരു നവജാഗരണത്തെയും ഈ ഒരു വളർച്ചയെയും നോട്ടമിടണമെന്ന് വിചാരിച്ചുകൊണ്ട് അവര് ഒരു പ്രഖ്യാപനം നടത്തി. അതെന്താണ്? ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രം അവസാനിച്ചു. ഇനി തലമുറകളുടെ, ഇനി സംസ്കാരങ്ങളുടെ സംഘർഷമാണ്. സംസ്കാരങ്ങളെ മുഴുവൻ നശിപ്പിക്കുക, ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചതോടുകൂടി പദ്ധതികൾ തയ്യാറാക്കി. ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജന്തുക്കൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള പലതരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി. നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ സ്ഫോടനമുണ്ടായി. അതോടൊപ്പം തന്നെ IS എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനം വന്നു. താലിബാൻ വളരെ ക്രൂരമായ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ചിത്രീകരണങ്ങളും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും വന്നു. അങ്ങനെ ലോകത്ത് ഇസ്ലാമാണ് ഏറ്റവും വൃത്തികെട്ട ഒരു സാധനം, അത് വരുന്നത് ഭയപ്പെട്ടുകൊള്ളൂ എന്നുള്ള ഒരു പ്രചാരണ ക്യാമ്പയിന് അവർ തുടക്കം. യഥാർത്ഥത്തിൽ പേടി ആർക്കാണ്? യഥാർത്ഥത്തിൽ പേടി അമേരിക്കക്കാണ്. അമേരിക്കക്ക് പിന്തുണ നൽകുന്ന ഇസ്രായേലിനും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ് ഇസ്ലാം വളർന്നു വരുന്നതിൽ പേടിയുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പേടിയാകുന്നു, ഞങ്ങൾക്ക് പേടിയാകുന്നു എന്നത് ഒരു ക്യാമ്പയിനായിട്ട് വളർത്തി നിങ്ങളെല്ലാവരും ഇസ്ലാമിനെ പേടിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേജാറാവണ്ട. അതായത് ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്ത് ഏകാധിപത്യ സ്വഭാവത്തിൽ അടക്കി വാഴുന്ന അമേരിക്കക്ക് ഇസ്ലാമിനെ കുറിച്ച് പേടിയുണ്ട്. ആ പേടി നിങ്ങൾക്കും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഈ വിചിത്രമായ ചിത്രങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എടുത്തു കാണിക്കുന്നത്. ഇതാണ് ഇസ്ലാമോഫോബിയ. അപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു പേടിയുണ്ടല്ലോ. ആ പേടിയെ എങ്ങനെ ഇവിടെ അധികാരത്തിലെത്താൻ ഉപയോഗപ്പെടുത്തും എന്നതിനെ കുറിച്ച് BJP ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ BJPയുടെ മുന്നിൽ 2 അജണ്ടകളേ ഉള്ളൂ. ഒരു അജണ്ട ഇസ്ലാമോഫോബിയ. ആ ഇസ്ലാമോഫോബിയ അവിടുന്ന് വരുന്നുണ്ട്. അതിന് ലേശം മസാല ചേർത്ത് കൊടുത്താൽ മാത്രം മതി. രണ്ടാമത്തത് മുസ്ലിം നഫ്രത്ത് എന്ന് പറയും. അതായത് മുസ്ലിം വെറുപ്പ്, മുസ്ലിങ്ങളോടുള്ള വെറുപ്പ്.
അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക. ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ ഫാസിസത്തിന് വേരൂന്നി നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നവർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ രണ്ടിനെയും ഇന്ത്യയിൽ പുനരുൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി കൃത്രിമമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടത്തി ഇസ്ലാമിൻ്റെ മേൽ വെച്ചുകെട്ടി, കൃത്രിമമായിട്ടുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു, എന്നിട്ട് അത് ഇസ്ലാമിൻ്റെ മേൽ വെച്ചുകെട്ടി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഇപ്പം സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കേൾക്കാൻ അത്ഭുതപ്പെട്ടു പോകുന്ന ചരിത്രങ്ങളാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ചിലരൊക്കെ അത് വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം മുസ്ലിങ്ങളോട് ഒരു വെറുപ്പ്, എന്ത് വന്നാലും മുസ്ലിങ്ങളോട് വെറുപ്പ്. ഇപ്പൊ ഉദാഹരണമായിട്ട് കോവിഡ് വന്നപ്പോൾ മുസ്ലിങ്ങളോട് എങ്ങനെ വെറുപ്പുണ്ടാക്കിയത്? മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് ഇതാ മുസ്ലിങ്ങൾ ഇവിടെ കോവിഡ് പരത്താൻ ശ്രമിക്കുന്നു. തബ്ലീഗ് ജമാഅത്ത് മർക്കസിൽ നിന്ന് പോയ ആളുകൾ കോവിഡ് രോഗികളാണ്, അവർ നിങ്ങൾക്ക് ഫ്രൂട്ട് കച്ചവടം ചെയ്യുന്നത്, പച്ചക്കറി കച്ചവടം ചെയ്യുന്നത് അവർ തുപ്പിയിട്ടാണ് എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ. പിന്നെ അതങ്ങൾ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും. അത് മുസ്ലിങ്ങളെ കാണുമ്പോഴേക്കൊരു വെറുപ്പ്, താടി കാണുമ്പോഴേക്ക്, തലയെക്കെട്ട് കാണുമ്പോഴേക്ക്, അതുപോലെ മുസ്ലിം സ്ത്രീകൾ വസ്ത്രധാരണം കഴിക്കുമ്പോഴേക്കൊരു വെറുപ്പ്. അങ്ങനെ ഇന്ത്യയിലെ ഫാസിസം എന്ന് പറയുന്നത് ഇസ്ലാം പേടിയുടെയും മുസ്ലിം വെറുപ്പിന്റെയും കാലിൽ അമർന്നു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യയിലെ ഫാസിസം. അപ്പൊ ലോകത്ത് മുതലാളിത്തം ഏറ്റുകൊണ്ടുവന്ന ഈ ഇസ്ലാമോഫോബിയ ഇന്ത്യയിലെ ഫാസിസവുമായിട്ട് അങ്ങോട്ട് ചേർന്നിട്ട് ഒരു വലിയ പ്രചാരണ പരിപാടി ഇന്ത്യയിൽ സംഘടിപ്പിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അതിനൊക്കെ വളരെ വലിയ ആഴങ്ങളുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് BJP രണ്ടാം വട്ടവും അധികാരത്തിൽ വന്നത്? ഇനി മൂന്നാം വട്ടം വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് വരിക? എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് UP ഇലക്ഷനിൽ വിജയിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലൊന്നും ഒരു നല്ല അജണ്ടയില്ല. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തെ, ഒരു ഭൂഖണ്ഡം പോലെ വിശാലമായി കിടക്കുന്ന ഈ രാജ്യത്തെ വളർത്തിയെടുക്കാനും അതിനെ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനുള്ള ഒരു അജണ്ടയും അവരുടെ ഇല്ല. വലിയ വലിയ ബ്ലണ്ടറുകൾ ചെയ്യാം. ഒരു ദിവസം പറയണം 1000-500 വേണ്ട, ആളുകൾ കഷ്ടപ്പെടുകയാണ്. എന്തിനാണ് കഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയില്ല. രണ്ടാമത് കോവിഡ് കണ്ട് വന്നപ്പോഴേക്ക് നിർത്തുകയാണ് എല്ലാ പരിപാടിയും. ഒരാളും എങ്ങോട്ടും പോകാൻ പാടില്ല. നിങ്ങളുടെ വീടിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ വാതിൽ, അവിടെ പുറത്തിറങ്ങാൻ പാടില്ല. എത്ര ആൾക്ക് വീടുണ്ട് ഈ നാട്ടിൽ? ഈ രാജ്യത്ത് എത്ര ആൾക്ക് വീടുണ്ട്? വീടിന് എത്ര വാതിലുണ്ട്? ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെയുള്ള ബ്ലണ്ടറുകൾ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ BJP എന്തുകൊണ്ട് വിജയിക്കുന്നു? വിജയിക്കാനുള്ള കാരണം ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സകല മീഡിയകളും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം വളരരുത്, ഇസ്ലാം നിലനിൽക്കരുത്, ഇതങ്ങനെ നശിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന രണ്ട് ശക്തികൾ, ഒന്ന് സാമ്രാജ്യത്വവും രണ്ടാമത്തത് ഇന്ത്യയിലെ ഫാസിസവും. ഇത് രണ്ടും തമ്മിൽ വലിയ ചങ്ങാത്തത്തിലാണ്. ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ഭരണകൂടത്തിന് താഴെയുള്ള ഭരണകൂടങ്ങൾ, അവ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. അവർ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നർത്ഥം. പക്ഷേ ഈ ഇസ്ലാമോഫോബിയ മാത്രം അല്ല ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, മറിച്ച് വേറെയും കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിബറലിസം എന്ന് പറഞ്ഞ അർത്ഥം സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നതാണ് അർത്ഥം. പക്ഷേ ഈ സ്വാതന്ത്ര്യം മുതലാളിത്തത്തിന്റെ ഭാഗമാണ്. ലിബറൽ ഡെമോക്രസി എന്നത് മുതലാളിത്തത്തിന്റെ ഭാഗമാണ്. അത് കമ്മ്യൂണിസത്തിന്റെ ഭാഗമല്ല. ലിബറലിസം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് അമിത പ്രാധാന്യം നൽകുന്നതിനാണ് ലിബറലിസം എന്ന് പറയുന്നത്. പക്ഷെ കമ്മ്യൂണിസം എന്താണ്? കമ്മ്യൂണിസം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയിട്ട്
സമൂഹത്തിന് വേണ്ടിയും തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയും നിലകൊള്ളുന്നതാണ് കമ്മ്യൂണിസം. പക്ഷേ മുതലാളിത്തത്തിന്റെ ഭാഗമായ ലിബറലിസത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുന്നത്? പെൺകുട്ടിയോട് പറയാണ്, അല്ലയോ പെൺകുട്ടി, നിന്റെ ശരീരത്തിൽ നിനക്ക് സ്വാധികാരമുണ്ട്. അത് നീ ആരുടെ പേരും അടിയറ വെക്കരുത്. അതുകൊണ്ട് നിന്റെ സ്വാധികാരം ഉപയോഗിച്ചിട്ട് നീ ഏത് പുരുഷനുമായും എപ്പോഴും നിനക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. കാരണം നിന്റെ ശരീരത്തിന്റെ മേൽ നിനക്കാണ് അധികാരം. ആൺകുട്ടിയോട് പറയാണ്, നിന്റെ ശരീരത്തിന്റെ മേൽ നിനക്കാണ് അധികാരം. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്തോ, നിനക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തോ. ഏത് പെൺകുട്ടിയുമായും ആൺകുട്ടിയുമായും എടോ നിനക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അതിൽ നിന്ന് നിന്നെ തടയുന്ന ഒരു സാധനവും ഇല്ല. ഇതാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഈ ലിബറലിസം എവിടെയോ നടക്കുന്ന ഒരു സാധനമല്ല. അത് നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും ഈ ലിബറലിസം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കുട്ടികളോട് സംസാരിച്ചു നോക്കൂ, ഈ ലിബറലിസത്തിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ കാണാൻ കഴിയും. എന്താ അതിന്റെ അർത്ഥം ശരിക്ക്? അതായത് എൻ്റെ ശരീരത്തിന്റെ മേൽ എനിക്കാണ് അധികാരം. അതിപ്പോൾ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരണോ? എൻ്റെ ശരീരത്തിന്റെ മേൽ എനിക്കാണ് അധികാരം എന്നുള്ള കാര്യം? എൻ്റെ ശരീരത്തിന്റെ പേരിൽ എനിക്ക് തന്നെയല്ല അധികാരം. അത് വേറെ ആരും തന്നതല്ല, മറിച്ച് തന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മയൊക്കെ സൃഷ്ടിച്ചവനായ അള്ളാഹു തന്നതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്വാധികാരമുള്ളവനാണ്. സ്വാധികാരമില്ലാത്ത മൃഗങ്ങളുണ്ട്, സ്വാധികാരമില്ലാത്ത മലക്കുകളുണ്ട്. പക്ഷെ മനുഷ്യന്, ജിന്നുവർഗത്തിനും അള്ളാഹു സ്വാധികാരം നൽകിയിട്ടുണ്ട്. ആർക്കും വല്ല സംശയമുണ്ടോ? അത് അള്ളാഹ് തന്നെയല്ലേ? പക്ഷെ അള്ളൊരു കാര്യം ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വാധികാരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സ്രഷ്ടാവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്ന്. അവിടെയാണ് പ്രശ്നം. ഇത് നമ്മുടെ കുട്ടികൾ മറന്നുപോകുന്നു. എന്നിട്ട് സ്വാധികാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഈ ലിബറലിസത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ആഗോള മുതലാളിത്താണ്. അവരുടെ കയ്യിലാണ് സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ളത്. രണ്ടാമത്തത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഞാൻ മുസ്ലിങ്ങൾക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഫാസിസ്റ്റുകളാണ്. അത് വേറൊരു കാര്യം. മൂന്നാമതായി അതിനെ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ലിബറലിസം എന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആശയമേ അല്ല. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ അതിന്റെ പ്രൊമോട്ടർമാരെന്ന് പറയുന്നത് ഈ മാറിയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ്. ശരിക്കും നമ്മുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് ഇടം പിടിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ അവർക്ക് അധികാരമുണ്ട്. 5 കൊല്ലമായിട്ട് രണ്ടാമത്തെ 10 കൊല്ലത്തേക്ക് നീങ്ങുകയാണ്. ഈ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവര് ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മുടെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നു. അവരോട് ആഭിമുഖ്യം ഉണ്ടാക്കുന്നു. അവരോട് ആഭിമുഖ്യം ഈ തലമുറയിൽ ഉണ്ടായാൽ ആ ആഭിമുഖ്യമുള്ളവരുടെ അടുത്ത തലമുറയുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ, ഈ കുട്ടികളെ ഇവർ പിടിക്കുന്നു. ആ കുട്ടികളെ പിടിച്ചിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഈ ദീനിയായ മതപരമായ നിബന്ധനകളിലും ചട്ടക്കൂടുകളിലും നിൽക്കേണ്ടവരല്ല നിങ്ങൾ വ്യക്തിത്വമുള്ളവരാണ്, നിങ്ങൾക്ക് സ്വാധികാരമുണ്ട് എന്ന് പറയും. അപ്പോഴാണ് കോളേജുകളുടെ ചുമരുകളിലൊക്കെ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രം കൊടുത്തുകൊണ്ട് വരൂ, സ്വാതന്ത്ര്യത്തിലേക്ക് വരൂ, SFIയിലേക്ക് വരൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം കുടുംബങ്ങളെയും മറ്റും ബാധിക്കുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കണ്ടേ? അതിനെക്കുറിച്ചുള്ള ആളുകളുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കണ്ടേ? ഇത് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇത് ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ മാത്രമാണെങ്കിൽ നമുക്കിവിടെ ഒരു ജീവിത രീതി കൊണ്ടുനടക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഖുർആനോടുകൂടി ഹദീസും കൂടി വേണം.
ഇപ്പൊ ഖുർആൻ മാത്രമായിരുന്നെങ്കിൽ നമ്മൾ എത്ര വക്ത് നിസ്കരിക്കും? മുമ്പ് ചേകന്നൂർ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ? റബ്ബക ഫകബ്ബിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തക്ബീർ. അപ്പൊ നമ്മുടെ കൊച്ചിയിലൊരു വംശ സാഹിബ് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ നമ്മളൊന്ന് നോക്കുക, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ അങ്ങോട്ട് ഓതി റബ്ബക ഫകബ്ബിർ. ആദ്യം എഴുന്നേൽക്കുക, എന്നിട്ട് ബയല് പറയാ, എന്നിട്ട് കുളിക്കാൻ പോവുക. ഇങ്ങനെ പറഞ്ഞിട്ട് എവിടുന്നാണ് ഒരു നിസ്കാരം നമുക്ക് കിട്ടുക? എവിടുന്നാണ് നമുക്കൊരു നോമ്പ് കിട്ടുക? എവിടുന്നാണ് നമുക്കൊരു ഹജ്ജ് കിട്ടുക? എവിടുന്നാണ് നമ്മുടെ പെരുമാറ്റ മര്യാദകളും സ്വഭാവശീലങ്ങളും കിട്ടുക? ഇതൊക്കെ കിട്ടുന്നത് ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നാണ്. അപ്പൊ ഈ ഹദീസിനെ അങ്ങോട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ അതിൽ അബൂ ഹുറൈറയുണ്ട്, മറ്റവനുണ്ട്, മർച്ചോനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെറുതാക്കുകയാണ്. അങ്ങനെ ചെറുതാക്കിയാൽ ഖുർആൻ എന്ന ഒരു സ്കെലിറ്റൻ ബാക്കിയാവും. ആ സ്കെലിറ്റൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയാതിരിക്കണം എന്നുള്ളത് ഇസ്ലാമിനെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ അജണ്ടയാണ്. ഇത് പക്ഷേ ഈ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഇസ്ലാമിലെ ഖുർആനിക ആശയങ്ങളെയും പ്രവാചകന്റെ ആശയങ്ങളെയും ഇതനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുക, ഗീതയനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ രാമായണം അനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഖുർആൻ വ്യാഖ്യാനിക്കാൻ റസൂൽ സ്വീകരിച്ച വഴികളുണ്ട്. ആ വഴികളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ആർക്കോ വേണ്ടി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന രീതിയും യഥാർത്ഥത്തിൽ വരുന്നത് ദീനുൽ ഇസ്ലാമിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദീനുൽ ഇസ്ലാമിന്റെ കെട്ടുറപ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. നമ്മുടെ ചുറ്റും എന്ത് നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ലൈനുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ്. അതിൻ്റെ പോരായ്മകളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് ഒരു യുക്തിയിലാണ്. ആ യുക്തി എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു 10-26% മുസ്ലിങ്ങളുണ്ട്, ഒരു 20% ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ ബാക്കിയുള്ളവര് ഈഴവര്, അതുപോലെ ബ്രാഹ്മണര്, ദലിതര്, ഒരു 4-5 വിഭാഗമായിട്ടാണ് ഇന്ത്യയിൽ മൊത്തം ആളുകൾ. അപ്പോൾ ആഗോളതലത്തിൽ ഈ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇന്ത്യയിൽ വരുമ്പോൾ ഫാസിസത്തിന്റെ ശക്തമായ മാധ്യമങ്ങൾ, പ്രചാരണങ്ങൾ ഇസ്ലാമിനെതിരുണ്ട്. ഇത് രണ്ടും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത്തെ ഒരു പരിപാടിയായിട്ട് ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തെ ഒരു പക്ഷത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി പക്ഷങ്ങളെ മുഴുവൻ ഏകീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ള. അപ്പൊ അഖിലേന്ത്യാടിസ്ഥാനത്തെ നമുക്ക് നോക്കുമ്പോൾ 3 കക്ഷികളുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാർ. ഫാസിസത്തിന്റെ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഫാസിസത്തിന്, ഹിന്ദുത്വത്തിന്റെ ശത്രുക്കൾ 1 മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പൊ ഫാസിസത്തെ നേരിടണമെങ്കിൽ എന്ത് വേണം? ഫാസിസത്തെ നേരിടണമെങ്കിൽ ഈ 3 വിഭാഗങ്ങളും ഒന്നിക്കണം. അങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വിഭാഗങ്ങളും പല ഇലക്ഷനുകളിലും യോജിച്ച തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തോടുള്ള ഒരു വിരുദ്ധാശയത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് ഏകീകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അത്ഭുതപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ CPM പറയണത് തന്നെയാണല്ലോ BJP-ക്കാർ പറയുന്നത്. BJP-ക്കാരുടെ നാവ് കൊണ്ടാണല്ലോ പിന്നെ CPM സംസാരിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതൊരു ആശയപരമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. ഇതെന്താന്ന് വെച്ചാൽ, തൽക്കാലം അധികാരം നിലനിർത്തണമെങ്കിൽ ഹിന്ദു വോട്ട് പിടിച്ചു നിർത്തുക മാത്രമേ പണിയുള്ളൂ എന്നുള്ള. അതിലിപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഹിന്ദു വോട്ട് അവർ പിടിച്ചു നിർത്തിക്കോട്ടെ.
എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിർത്തട്ടെ. അതിപ്പോൾ ഈ അടുത്തുണ്ടായ സ്ട്രാറ്റജിയാണ്. പക്ഷെ അതിൽ സംഭവിക്കുന്ന വേറൊരു വലിയ അബദ്ധമുണ്ട്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മനുഷ്യരിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വെറുപ്പ്, ഇസ്ലാമിനോടുള്ള ഒരു അവജ്ഞ അതുണ്ടായിത്തീരും. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു രാത്രിയോ 2 രാത്രിയോ മതി ഇത് നേരിട്ട് BJP-യിലേക്ക് മാറാൻ. ഈ കേരയിൽ പദ്ധതി വരുന്നുണ്ടല്ലോ, ഒരുവിധം ആളുകളൊക്കെ അതിനെതിരാണ്. ഇപ്പൊ CPM പറഞ്ഞിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയും UDF-ഉം BJP-യും ചേർന്ന സംഘമാണ് ഇതിനെ എതിർക്കുന്നത്, ഗൂഢാലോചന നടന്നത്. ഏതാണ്ട് വിഭാഗങ്ങളൊക്കെ എതിർക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഭൂമി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും എതിർപ്പുണ്ടാവും. ഇത് നന്ദിഗ്രാവിലും സിംഗൂറിലും ഒക്കെ നടന്നൊരു കാര്യമാണ്. ആ അടിസ്ഥാനത്തിൽ CPM-നോടങ്ങാൻ ഒരു വെറുപ്പങ്ങോട്ട് ഒന്നായിട്ട് വ്യാപിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പൂർണ്ണമായി BJP-യിലേക്ക് ഈ മുസ്ലിം വിരുദ്ധ മനസ്സ് മുഴുവൻ പോകും. അപ്പോ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ വിചാരിക്കും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലാതെ. അപ്പൊ എൻ്റെ ഒരു കുട്ടി ഒരു സ്കൂളിൽ ഒരു കോളേജിൽ പഠിക്കാൻ പോകുന്നു. ആ കുട്ടി വേറൊരു കുട്ടിയായിട്ട് സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ സൗഹൃദം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ ഒരു പേടി ഉണ്ടാവും, ഇത് മുസ്ലിമാണ്, ലവ് ജിഹാദ് ആവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇത് എല്ലാ കോളേജിലും ഉണ്ടാവുക പേടി. മുസ്ലിങ്ങളെ കാണുമ്പോൾ ഓൻ അങ്ങോട്ട് എടുക്കാൻ പാടില്ല, അവൻ്റെ റൂമിൽ പോകാൻ പാടില്ല, ഓ റൂം. അപ്പോൾ ഒരു വേണ്ടാത്ത ഒരു സാധനമായിട്ട് മുസ്ലിം പട്ടണങ്ങളിൽ ചെന്ന് നോക്കിയാൽ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തീവ്രവാദികളാണ്. നമ്മളെ കുട്ടിയായിട്ട് പരിചയപ്പെട്ട അത് കട്ടുകൊണ്ടുപോവോ, കാക്ക കൊത്തിക്കൊണ്ടുപോവോ എന്നുള്ള, ഈ കാക്കമാര് കൊത്തിക്കൊണ്ടുപോവോ എന്നുള്ളൊരു ബേജാറുണ്ടാവും. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാലും ഇത് തന്നെ. അതായത് മുസ്ലിം വെറുപ്പിനെയും ഇസ്ലാമിയോഫോബിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാസിസത്തെ ഒന്നായി നേരിടേണ്ടുന്ന 3 വിഭാഗങ്ങൾ, ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റും, ഈ വിഭാഗങ്ങൾ തമ്മിൽ തല്ലുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിസത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ചെറുപ്പക്കാരൊന്ന് ആലോചിക്കണം, നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചാരണങ്ങളും പരിപാടികളും നമ്മൾ നടത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ മുസ്ലിം വിരുദ്ധതയിൽ നിന്നും മുസ്ലിം വെറുപ്പിൽ നിന്നും ഇസ്ലാമോഫോബിയയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള നിരന്തരമായ പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആശയ സംവാദത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. അതായത് ലോകാടിസ്ഥാനത്തിൽ വരുന്ന ഇസ്ലാമോഫോബിയ, ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ അത് ഉപയോഗപ്പെടുത്തുന്ന രീതി, അത് ഇന്ത്യയിൽ വന്ന് ലിബറലിസമായും നാസ്തികതയായും കമ്മ്യൂണിസത്തിന്റെ പുതിയ ചേരുവയായും നമ്മുടെ മുമ്പിൽ വന്നെത്തുന്ന ഈ ആശയത്തെ ഓരോ മുസ്ലിമും, ഓരോ വിശ്വാസിയും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ കേരളീയനും കരുതിയിരിക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശമാണ് ഇതിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഇരിക്കാനൊന്നും സമയമില്ല. വളരെ ശക്തമായി നമ്മൾ രംഗത്ത് വരണം. എന്നിട്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ മഹല്ലുകളെയും ഇത്തരത്തിലുള്ള അബദ്ധത്തിൽ നിന്ന് രക്ഷിക്കണം. ഈ രാജ്യത്തെയും രക്ഷിച്ചെടുക്കാൻ നമ്മൾ സന്നദ്ധമാകും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ കൊടുത്ത ഡോസ് മതിയാകാതെ വരികയാണ്. ഈ വർഗീയതയുടെ ഡോസ് മതിയാകാതെ വരികയാണ്. ആദ്യം കൊടുത്ത ഡോസ് ബാബരി മസ്ജിദ് ആയിരുന്നു, നമുക്കറിയാം. ഇപ്പോ അതിൻ്റെ കൂടെ 2 പള്ളി വേറെയും ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ശക്തി. അതിലും ഈ സാധനം ഇളകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഭരണപരാജയത്തെ മറച്ചു വെക്കാൻ മാത്രം കരുത്ത് ഈ ഡോസിനും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോ ഹരിദ്വാറിൽ വെച്ച് പറയുന്നത്, പോരാ, വേറെയും ആയുധങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന മുസ്ലിം സമൂഹത്തെ വംശഹത്യ നടത്താനും നശിപ്പിക്കാനുമുള്ള ആയുധങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഭരണം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത്,
നമുക്ക് ഈ രാജ്യത്തെ വർഗീയതയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ, ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നമുക്കൊന്നു ചേർന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് അനുകൂലമായി രാജ്യത്തിന്റെ അഭിപ്രായം മാറ്റിയെടുക്കുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് സാധിച്ചാൽ, ഇസ്ലാമിന് അനുകൂലമായി രാജ്യത്തിന്റെ അഭിപ്രായം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ മഹാപ്രശ്നമൊന്നുമല്ല. ഒരാള് 6 ആളെ കൈകാര്യം ചെയ്താൽ മതി. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യഥാർത്ഥ ചിത്രം പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പോ അങ്ങനെ മുസ്ലിം സമൂഹം ഒരു ആർജവ നിലപാട് സ്വീകരിച്ചാൽ രാജ്യമാണ് ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. നന്ദി ആരിഫ് അലി സാഹിബ്. തുടർന്ന് വിഷയാവതരണം സംബന്ധിയായും മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കുള്ള സമയമാണ്. അന്വേഷണങ്ങൾക്ക് പാനലിൽ ജനാബ് ടി ആരിഫ് അലി സാഹിബ്, ജനാബ് പി മുജീബ് റഹ്മാൻ സാഹിബ്, ജനാബ് അബ്ദുൽ ഖാദർ മൗലവി കീഴ്പറമ്പ് തുടങ്ങിയവർ മറുപടി നൽകും. മുഴുവൻ സഹോദരി സഹോദരന്മാരും നേരത്തെ സദസ്സിൽ വളണ്ടിയർമാർ വിതരണം ചെയ്ത പേപ്പറുകളിൽ അവർക്കുള്ള അന്വേഷണങ്ങൾ എഴുതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് നമ്മെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ജനാബ് പി മുജീബ് റഹ്മാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.